ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു ഗെയിമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കാർ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. കളിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു 2-3 ലെവൽ ഞാൻ കളിച്ച് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ കിടക്കുന്ന കാറെല്ലാം നമ്മൾ പാർക്കിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വിടണം. എല്ലാം ഇത് പറഞ്ഞ് നമ്മൾ വളച്ചം തിരിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല. നേരെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ താണ്ടെ ഫ്രണ്ടിലോ ബാക്കിലോ ഗ്യാപ്പ് ഉള്ളിടത്തൂടെ വെളിയിലോട്ട് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. അത് ഓരോന്നോരോന്ന് വിട്ടാലേ അകത്ത് കിടക്കുന്നതൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സൈഡിൽ നടക്കുന്ന ഈ അമ്മമാരുണ്ടല്ലോ, അമ്മൂമ്മമാർ, എനിക്ക് അമ്മൂമ്മമാരാണ്, കാല് വയ്യാത്തവരാണ്, ഞൊണ്ടി നടക്കുന്നത്. അപ്പം അവരുടെ ഇടിച്ച് പൊട്ടിച്ച് അവരുടെ ദേഹത്താണെങ്കിൽ തൊടാത്ത നമ്മൾ വെളിയിൽ ഇറക്കി വിടണം. അവരുടെ ദേഹത്തെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ കളി വീണ്ടും ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നും അങ്ങനെ നേരെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കണം. സൈഡിൽ കിടക്കുന്ന അത്യാവശ്യം നേരെ കിടക്കുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ അതുവഴി തന്നെ വിട്ടാലേ ഫ്രണ്ടിലോട്ടാണെങ്കിലും ബാക്കിലോട്ടാണെങ്കിലും വണ്ടി പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോന്ന് വെച്ച് ഇറക്കി വിട്ടുകൊണ്ടിരിക്കണം. അവരുടെ ആ സൈഡിൽ നടക്കുന്നവരുടെ ദേഹത്ത് തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ കളി വീണ്ടും ആദ്യം മുതൽ കളിക്കേണ്ടി വരും. ആദ്യം മുതൽ ഇറക്കി വിടേണ്ടി വരും. ഓക്കെ, അടുത്തത് പിടിച്ചനെ ഒരു ചീത്ത വിളിക്കുന്നെന്ന് തോന്നുന്നു അതിനകത്തിരുന്ന് ഇടിക്കാൻ പോകുന്ന സമയത്ത്. ഓക്കെ, ഈ ഒരു ലെവൽ ആദ്യത്തെ ലെവലും രണ്ടാമത്തെ ലെവലും വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇറക്കിടാം. പക്ഷെ അങ്ങോട്ട് പോകുമ്പം എനിക്കൊന്ന് ഇച്ചിരി എന്തെങ്കിലും ഡാർക്കായിരിക്കും, സീനായിരിക്കും കുറച്ചും കൂടെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക്. ഇതിപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ജസ്റ്റ് പിടിച്ചാൽ ജസ്റ്റ് ഇറക്കി അങ്ങ് വിട്ടാൽ മതി. ഓക്കെ, ഇനി ഏതാ അത് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് ഇറക്കി വിടാം. ഓക്കെ, ഈ നടുക്കിടക്കുന്ന യെല്ലോ ബസ് ലാസ്റ്റ് ഇറക്കിടാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ പോയി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇറക്കിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് അത്യാവശ്യം സീനില്ല. എനിക്കും അറിയത്തില്ല ഇനി അടുത്ത ലെവൽ എങ്ങനെ, ഏത് രീതിയിലാണ് ടഫ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ കൊള്ളാം, അത്യാവശ്യം ജസ്റ്റ് കളിച്ചിരിക്കാൻ കൊള്ളാവുന്നൊരു ഗെയിം തന്നെ. ഓക്കെ, ഇനി 4 വണ്ടിയും കൂടെ ഉള്ളൂ. ഇപ്പോൾ അവരെ തട്ടിയേനെ. ഓക്കെ ഫൈനൽ കഴിഞ്ഞ്. അപ്പം അങ്ങനെ ആദ്യത്തെ ഈ ലെവൽ, രണ്ടാമത്തെ ലെവൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2-3 വണ്ടിയും കണ്ടുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതങ്ങനെ ഇതായിട്ട് കാണിക്കാഞ്ഞത്. ഇനി അടുത്തത് 3ാമത്തെ ലെവൽ. ഇതിനകത്തെന്തോ അത്യാവശ്യം അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇല്ല, അവിടെ വലത്തെ സൈഡിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അവരുടെ അതായത് തട്ടിയാൽ തീർന്ന്. ആദ്യം ഇത് മൊത്തം ഈ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ ഇറക്കി വിടാം. ഇറക്കിയിട്ട് അവസാനം അത് ഇനി ഏതാ ഇതിവിടെ ഇടിച്ച് അമ്മൂമ്മ അവിടെ ബ്ലോക്കായി. ബാക്കിലെ വണ്ടിയും തുലച്ച്. ഇനി എടുത്ത് വിടാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. സൈഡിൽ കിടക്കുന്നതൊക്കെ ഇറക്കി വിട്ടാൽ മതി. പക്ഷേ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് വെക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി കിടക്കുന്ന വണ്ടികളെല്ലാം അവനും ചീത്ത വിളിച്ച്. ജസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മൂമ്മ ഇപ്പോൾ തട്ടിയേനെ. തീർത്ത്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു അവർ നൈസ് ഗ്യാപ്പിൽ കൂടെ ഇറക്കി വിടാൻ പറ്റുമെന്ന് വിചാരിച്ച്. കണ്ടോ, വീണ്ടും ആദ്യം മുതൽ തന്നെ കളിക്കേണ്ടി വരും. ആദ്യം മുതലെന്ന് വെച്ചാൽ 3ാമത്തെ ലെവൽ തുടങ്ങുന്നത് മുതൽ. ഓക്കെ, ഇതിനെ വിട്ടു. ഓക്കെ, ഇവിടെ കിടക്കുന്നതിനൊക്കെ അങ്ങേ വിടാൻ പറ്റത്തുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പച്ച കണ്ടോ, അതുവഴി ഇറക്കി വിടും. അത് തന്നെ ഇതുവഴി കറങ്ങി തിരിഞ്ഞങ്ങ് പോകും. ഓക്കെ, കൊള്ളാമല്ലേ കളിക്കാൻ, ജസ്റ്റ് കൊള്ളാവുന്നൊരു ഗെയിം. ഓക്കെ, ശ്രദ്ധിച്ചില്ല. അത് അങ്ങനെ പോയി അവർ തട്ടത്തില്ല കേട്ടോ. ഈ ബസ്സിന് ഫ്രണ്ടിൽ കൂടെ അത്രയും വണ്ടി കിടക്കുന്നത്, അത് മൊത്തം ഇറക്കി വിട്ടിട്ട് ഈ ബസ് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. വളച്ചിറക്കി വിടാൻ പറ്റുമായിരുന്നെങ്കിൽ വളയ്ക്കായിരുന്നു. ഇത് സ്ട്രെയിറ്റ് മാത്രമേ, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും സ്ട്രെയിറ്റ് മാത്രമേ പോകത്തുള്ളൂ ഈ വണ്ടി. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി പോകത്തുള്ളൂ. ഓക്കെ, അവരെ തട്ടിയെങ്കിൽ വീണ്ടും ആദ്യം മുതൽ തന്നെ കളിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി ആ കിടക്കുന്നതിനെ വിടാം. ഞാൻ വിചാരിച്ച ആരോ ഗ്യാപ്പിൽ കൂടെ പോകാൻ പറ്റുമെന്ന്. പക്ഷെ പറ്റില്ല. കണ്ടോ, വീണ്ടും ആദ്യം മുതൽ തന്നെ വന്ന് 3ാമത്തെ ലെവൽ ആദ്യം മുതൽ ഈ വണ്ടി മൊത്തം ഇറക്കി വിട്ടിട്ട് വേണം. അവരിച്ചിരി സീനാണെന്നില്ല ആ സൈഡിൽ നിൽക്കുന്ന അവർ. അവരുടെ തട്ടാതെ പോകാൻ വലിയ പാടാണ്.
നോക്കാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, നൈസായിട്ടുള്ളതെല്ലാം ആദ്യം തന്നെ ഇറക്കി അങ്ങ് വിടാം. ഓക്കെ 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 നെക്സ്റ്റ് 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 ഓക്കെ എടുത്തേതാ. ഓക്കെ ഉണ്ടോ, അവരെ അതുവഴി എടുത്ത് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ, ബാക്കിൽ കൂടെ വിടാൻ പറ്റത്തില്ല. ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ വിടാൻ പറ്റത്തുള്ളൂ അവരെ. ഓക്കെ 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 ഇനി കിടക്കുന്ന പച്ച കാറും അതുവഴി ഞാൻ എടുത്തുകൊണ്ട് പോകണം. ഓക്കെ 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 ഇച്ചിരി ടാസ്ക് ആണെന്ന് തോന്നുന്നത്. ഈ സെൻറ്ററിൽ കിടക്കുന്ന നീല വണ്ടി ഉണ്ടല്ലോ, ആ വലിയ പിടിച്ചാൽ വലിയ വണ്ടി ഉണ്ടല്ലോ, ആ വലിയ വണ്ടിയാണ്. ഓക്കെ 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 ഇത് ഏത് രീതിയിലാണ് ടഫാവുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ഈ ഗെയിം. അത്യാവശ്യം എല്ലാ ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് ഇവരെ കൊണ്ട് വല്ലാത്ത ശല്യമാകുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്, അവരെ കൊണ്ടൊരു രക്ഷയില്ല. തട്ടി വീണ്ടും ആദ്യം മുതൽ ഇത് മൊത്തം കളിച്ചതിൻ്റെ അവിടെ മുതൽ ബാക്കി വെച്ചിട്ടാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സെറ്റായിട്ട് കളിക്കായിരുന്നു. പക്ഷേ ഇത് ആദ്യം മുതൽ ഇറക്കി വിടണമെന്നുള്ളത് വലിയ ടാസ്ക്കാണ്. എന്തായാലും നമ്മൾ ഈ ലെവലും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ 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 ആ സൈഡിൽ വലത്തേ സൈഡിൽ നിൽക്കുന്നവരാ ഇച്ചിരി സീൻ. ഞാൻ വിചാരിച്ചത് വഴി ഇറങ്ങിപ്പോകാൻ പറ്റുമോ. ഓക്കെ ഓക്കെ പച്ചക്കാറിടാം, ചുമപ്പ് ചുമപ്പ് നീല പച്ച ഇതൊന്നും അത്രയും ഫ്രണ്ടിലെ വണ്ടികൾ പോയിട്ട് ഈ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുവഴി ഇറക്കി വിടണം, സ്ട്രെയിറ്റ് നേരെ അങ്ങോട്ട് ഇറക്കണം. ഓക്കെ ഓക്കെ ഇതാണ് ടാസ്ക് വരുന്നത്. ജസ്റ്റ് മിസ്. ഓക്കെ അങ്ങനെ അത് എസ്കേപ്പായി. സെൻറ്ററിൽ കിടക്കുന്ന വണ്ടിയാണ് വിടാൻ പാട്. ഓക്കെ രസമുണ്ടല്ലേ, അതുവഴി ഇതുവഴിയൊക്കെ ഇറക്കി വിട്ടാൽ. വയ്യ ഇവരെ കൊണ്ട്, പറ്റുന്നില്ല ഇവരെ കൊണ്ട്.